ഇറാൻ ആക്രമണത്തിൽ വിചിത്രവാദവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറാനെ യു എസും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചതെന്ന് റൂബിയോ പറഞ്ഞു. ബി കെ സുഹൈൽ വിവരണവുമായി ചേരുന്നു. സുഹൈൽ, ഇതിനർത്ഥം എന്താണ്? അതായത് നേരത്തെ ആക്രമണത്തിന് കാരണമായി ട്രംപ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആണവായുധം ഉണ്ടാക്കരുത്, റെജീം ചേഞ്ച്, ഇസ്രായേലിനും അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയായിട്ടുള്ള ഇറാന്റെ മിസൈൽ സംവിധാനം, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു, അവർ തിരിച്ചടിക്കും എന്ന് കണ്ടുകൊണ്ട് അമേരിക്ക ആക്രമിച്ചു എന്നാണോ റൂബിയോ ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിന് നേരെ ഇറാന്റെ ഒരു ആക്രമണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ പറയുന്നത്. യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്കക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ മാർക്കോ റൂബിയോയും അപ്പുറത്ത് പീറ്റ് ഹെക്സത്തുമെല്ലാം ഈ ഡിഫൻസ് സെക്രട്ടറി അടക്കമുള്ള ആളുകളെല്ലാം ഇതിനെ ഇപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നടന്ന സർവേ പ്രകാരം തന്നെ 28% ആളുകൾ, 28% മാത്രമേ ഈ ഒരു ആക്രമണത്തെ പിന്തുണക്കുന്നുള്ളൂ. ബഹുഭൂരിഭാഗം ആളുകളും ഇത് ആക്രമിച്ചത് ശരിയല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ ആളുകൾ ഇതിനെതിരെ പൂർണ്ണമായും ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഡെമോക്രാറ്റുകൾ പ്രത്യേകിച്ചും ഇറാനിലെ സ്കൂളുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അതിശക്തമായി അപലപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് എന്തിന് ഈ യുദ്ധം, ഞങ്ങളൊരു യുദ്ധവും തുടങ്ങി വെക്കില്ല എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് പോയത് എന്ന ആക്ഷേപമുയരുന്നത്. അപ്പോഴാണ് റൂബിയോ പറയുന്നത്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള രഹസ്യ വിവരം ഞങ്ങൾ കിട്ടിയിരുന്നു, ആ ആക്രമണത്തെ തടയുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കൃത്യമായി തന്നെ എങ്ങനെ ഹാംനായിയെ വധിച്ചു, അതിനുശേഷം ഇപ്പോഴും തുടരുന്ന ആക്രമണങ്ങൾ, ഇനിയും മുന്നോട്ട് കരയുദ്ധമടക്കം ഉണ്ടാകും എന്നുള്ള ഭീഷണി, അതോടൊപ്പം ഈ മേഖലയിലേക്കാകെ പടരുന്ന സംഘർഷങ്ങൾ, ഇതിനൊന്നും ന്യായീകരിക്കാനും അതിന് ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാനും അമേരിക്കൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഇപ്പോഴേതായിരുന്നാലും ആക്രമണം അതിൻ്റെ ഏറ്റവും മൂർധന്യതയിൽ എത്തുകയാണ്. അമേരിക്ക തന്നെ ഇപ്പോൾ പറയുന്നത് കൂടുതൽ ദിവസങ്ങൾ ഇതിനെടുത്തേക്കും എന്നാണ്. ഒപ്പം വിവിധ മേഖലകളിലേക്ക് ഇത് പടരും എന്നുള്ള അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ രാജ്യങ്ങളുള്ള GCC രാഷ്ട്രങ്ങളുള്ള മേഖലകളിൽ നിന്ന്, US ബേസുകളുള്ള സ്ഥലത്ത് നിന്നും അതേപോലെ തന്നെ എംബസികളുടെ അടുത്ത് നിന്നും പെട്ടെന്ന് US സൈനികർ മാറണം. വളരെ പെട്ടെന്ന് കിട്ടാവുന്ന വാഹനങ്ങൾ കയറി, അതായത് കിട്ടാവുന്ന വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മാറണം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണം എന്നുള്ള വളരെ പെട്ടെന്നുള്ള നിർദ്ദേശങ്ങളും നൽകുകയാണ്. സൗദിയിൽ നിന്നും അതേപോലെ തന്നെ ഖത്തറിൽ നിന്നും UAE-യിൽ നിന്നും GCC രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം, അതേപോലെ തന്നെ ഈജിപ്ത്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് US പൗരന്മാർ മടങ്ങണം എന്നും അമേരിക്കൻ ഭരണകൂടം പറയുന്നു. ഒപ്പം ഈ യുദ്ധത്തെ കൂടുതൽ കലുഷിതമാക്കാനുള്ള കൂടുതൽ ആയുധങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കുറേ കാലം ഇത് നീണ്ടു നിൽക്കും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ആകാശത്ത് ഇന്ധനം നിറക്കാവുന്ന എയർക്രാഫ്റ്റുകൾ, വിമാനങ്ങൾ കൂടുതൽ ഈ മേഖലയിലേക്ക് അയക്കുകയാണ് എന്നും അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അറിയാവുന്ന ഒരു കാര്യം, ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ള സൈനിക സന്നാഹങ്ങൾ, പ്രത്യേകിച്ചും 9 പടക്കപ്പലുകൾ അടക്കമുള്ളത്, അതൊരു 3 ആഴ്ചയോ 4 ആഴ്ചയോ നീണ്ടു നിൽക്കാനുള്ള ശേഷിയെ അവർക്കുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഇന്ധനം നിറക്കുന്ന കാര്യത്തിലായിരുന്നാലും അതേപോലെ തന്നെ സൈനികരുടെ വിന്യാസത്തിലായിരുന്നാലും എല്ലാം ഒരു 3-4 ആഴ്ചക്കുള്ളിൽ തീരാവുന്ന ഒരു ശേഷി മാത്രമാണത്. അതിലപ്പുറം കൂടുതൽ മേഖലകളിലേക്ക് ഇത് കടക്കണമെങ്കിൽ, കൂടുതൽ സമയം നീണ്ടു നിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ചും കരയുദ്ധം എന്ന ട്രംപിൻ്റെ ആ ഒരു വാക്ക് നടപ്പിലാകണമെങ്കിൽ കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഇങ്ങോട്ട് എത്തുക തന്നെ വേണം. അതിലേക്കെല്ലാം ഡൊണാൾഡ് ട്രംപ് കടക്കുമോ? അതല്ല, ഇപ്പോൾ ഇതൊരു ഭീഷണി മാത്രമാണ്. പലപ്പോഴും ഡിപ്ലോമസിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളിലുമെല്ലാം പറഞ്ഞതല്ല നടക്കാറുള്ളത്, അതിലപ്പുറമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കലായി മാറാറുണ്ട്. അപ്പോൾ യുദ്ധരംഗത്ത് പലതും സംഭവിക്കാറുള്ളതാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് തന്നെയാണോ നടക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചു പോകുമോ? അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം, യുദ്ധം എന്ത് നേടി? ഹാംനായിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഭരണകൂടത്തിന് തന്നെ അറിയാമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഹാംനായി ആണ് എന്നുള്ളത്. അപ്പോഴും ഹാംനായിയെ കൊല്ലപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെടും എന്ന് ഇറാൻ ഭരണകൂടത്തിന് അറിയാവുന്ന തരത്തിൽ തന്നെ സജ്ജീകരണങ്ങൾ പോലും അവർ നടത്തിയിരുന്നു. അപ്പോൾ അടുത്ത ഒരു ലെയറിലേക്ക് ഈ ഭരണകൂടം മാറുകയാണ്. ഇപ്പോഴും അവരുടെ മിസൈൽ ശേഷി തകർക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നതും അവരുടെ ടാർഗറ്റും ഈ മിസൈൽ ശേഖരമാണ്. ആ മിസൈൽ ശേഖരം തകർക്കുക എന്നുള്ളതായിരിക്കും ഇനി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പോകാനിരിക്കുന്നത്.